രാത്രിയിൽ മോള് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധത്തിൽ എന്തോ ഒരു സാധനം എടുത്ത് വായിലിട്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പീഡിയാട്രീഷ്യൻ ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എടുത്തപ്പോഴാണ് അറിയുന്നത് ബാറ്ററി ആണെന്നുള്ളത്. അങ്ങനെ ലീക്കേജ് ആവുന്ന ഈ കെമിക്കൽ പദാർത്ഥങ്ങൾ ആ അന്നനാളത്തിൻ്റെ കവറിങ് മ്യൂക്കോസയിലും അതിൻ്റെ മസിൽ ലെയറിലും ഒക്കെ ഡാമേജ് ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. എൻ്റെ പേര് മഹസീന. ഞാൻ വരുന്നത് ഷൂർനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ മൂത്ത മോള് 2.25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് മൂത്തതായിട്ടുള്ളത്. ഇളയ കുട്ടിക്ക് 28 ഡേയ്സ് പ്രായം മാത്രമാണുള്ളത്. അപ്പോൾ നവംബർ 25 രാത്രിയിൽ മോള് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബദ്ധത്തിൽ എന്തോ ഒരു സാധനം എടുത്ത് വായിലിട്ട്. പക്ഷെ കണ്ടില്ല അത് എന്ത് സാധനമാണെന്നുള്ളത് കണ്ടില്ല. അവളത് അബദ്ധത്തിൽ വിഴുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അവൾക്ക് വോമിറ്റിങ്ങും കുറച്ച് തന്നെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി എന്തോ വായിൽ പോയിട്ടാണ് അവളത് അസ്വസ്ഥത കാണിക്കുന്നതെന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. എന്തെങ്കിലും ഒരു പ്രൈമറി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ അവർക്കത് കണ്ടെത്താൻ പറ്റിയില്ല. കാരണം കുട്ടിയുടെ തൊണ്ടയിലൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പീഡിയാട്രീഷ്യൻ ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ അവർ എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേയിൽ എന്തോ ഒരു മെറ്റൽ അവളുടെ അന്നനാളത്തിൽ ഭാഗത്തായിട്ട് എന്തോ ഒരു മെറ്റൽ കുടുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ അതൊരു ബാറ്ററി ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെന്താണ് കാര്യം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലാണ് ആദ്യം റെഫർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഈ കാര്യങ്ങളും എക്സ്റേ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ട് പറയാം, അപ്പം കുറച്ച് ടൈം എടുക്കും, ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ KMC ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നു. അവിടെ ഡ്യൂട്ടി ഡോക്ടറാണ് ആ സമയത്ത് എമർജൻസിയിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ബാക്കിയുള്ള കാണിച്ചു, എക്സ്റേ എടുത്തു. അപ്പോൾ വസ്തു ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ അവർ മറ്റുള്ള ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ ജിത്തു എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതിവിടെ എടുക്കാമെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഞങ്ങൾ അഡ്മിറ്റായി. അങ്ങനെ ഏകദേശം പിറ്റേ ദിവസം രാവിലെ 8 മണിയോടുകൂടി ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ ആ വസ്തു പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോഴാണ് അറിയുന്നത് ബാറ്ററി ആണെന്നുള്ളത്. പിന്നെ അത് ലീക്കായി ചെറിയ തോതിലൊരു ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഡോക്ടർ ജിത്തു സാം ജോർജ്, കൺസൾട്ടൻറ്റ് ENT, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. നമ്മുടെ ടെക്നോളജിയിലുള്ള പുരോഗതികൾ മൂലം നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ബാറ്ററികൾക്ക് പകരമായി ചെറിയ ബാറ്ററികൾ, അതായത് ബട്ടൺ ബാറ്ററികൾ വളരെ സാധാരണയായി നാം ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ ബട്ടൺ ബാറ്ററികൾ വളരെ ഷൈനി ആയിട്ടുള്ളതും സ്മൂത്ത് ആയിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവ വളരെ ആകർഷണീയമായി തോന്നുകയും പ്രത്യേകിച്ചും 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ അവ എടുത്ത് വായിലിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ബട്ടൺ ബാറ്ററികൾ എടുക്കുമ്പോൾ അവ അബദ്ധത്തിൽ വിഴുങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനെ വിഴുങ്ങുന്ന ബാറ്ററികൾ ഏത് ഭാഗത്താണ് അത് സ്റ്റക്കായിരിക്കുന്നത്, ഉദാഹരണത്തിന് തൊണ്ടയിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ഉള്ളതനുസരിച്ച് അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതേപോലെ അന്നനാളത്തിനുള്ളിൽ എത്ര നേരം ആയിട്ട് അത് ഇരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചും അവയുണ്ടാക്കുന്ന ഡാമേജിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ സമയം കഴിയും തോറും ഈ ബാറ്ററികൾക്കുള്ളിലുള്ള ആൽക്കലൈൻ കെമിക്കൽ പദാർത്ഥങ്ങൾ ലീക്കേജ് ആവാനുള്ള സാധ്യത വരികയും അങ്ങനെ ലീക്കേജ് ആവുന്ന ഈ കെമിക്കൽ പദാർത്ഥങ്ങൾ ആ അന്നനാളത്തിൻ്റെ കവറിങ് മ്യൂക്കോസയിലും അതിൻ്റെ മസിൽ ലെയറിലും ഒക്കെ ഡാമേജ് ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ആ അന്നനാളത്തിൽ പെർഫറേഷൻ അഥവാ ശുഷിരങ്ങൾ വരാനുള്ള സാധ്യത പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ സംശയമുള്ള കണ്ടീഷനുകളിൽ എത്രയും പെട്ടെന്ന് ഈസോഫാഗോസ്കോപ്പി നടത്തുകയും അവ പുറത്തെടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴി വെച്ചേക്കാം.